നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് നായനായിട്ട് അഭിനയിച്ച വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നത്. ഞാൻ പടം ഇന്ന് കണ്ടു. രണ്ടാം ദിവസമാണ് പടം കണ്ടത്. ഇന്നലെ എനിക്ക് ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടുണ്ടെന്ന്, അതുകൊണ്ട് റിലീസൊന്നും കാണാൻ പറ്റില്ല. ഇന്നാണ് ഞാൻ പോയി പടം കണ്ടത്. രാവിലെ 10 ലക്ഷമാണ് കണ്ടത്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഈ റിവ്യൂ കുറേ പേര് പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. പടം കാണാനുള്ള ആകാംക്ഷ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കുറേ പേര് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിവ്യൂറും പടം കണ്ടിട്ട് വന്നവരൊക്കെ നെഗറ്റീവ് ആണ്. അത് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അവരുടെ റിവ്യൂ. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് ഉള്ള കാര്യം ഞാനും പറയുന്നു. അപ്പം ഞാൻ അവിടുത്തെ ആ റിവ്യൂ കണ്ടപ്പോൾ പടം ഭയങ്കര മോശമായിരിക്കും, പൃഥ്വിരാജ് അഭിനയത്തെക്കുറിച്ചൊക്കെ മോശമെന്നൊക്കെ ഓരോരുത്തർ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ആരോഗ്യമായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. പക്ഷേ എനിക്ക് പടം കണ്ടിട്ട് അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്, കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കുക, മോശമൊന്നുമല്ല പടം, അത്രയും മോശമൊന്നുമില്ല. ഈ റിവ്യൂ ഒക്കെ പറഞ്ഞ കണക്ക് അത്രയും മോശമൊന്നുമില്ല. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അത്രയേ ഉള്ളൂ. വിലായത്ത് ബുദ്ധ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജയൻ നമ്പ്യാർ. ആദ്യം ഡയറക്ടർ ചെയ്യായിരുന്നത് സച്ചിയാണ്. അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നടന്ന ജയൻ നമ്പ്യാർ ചെയ്തത്. ഇതിലെ കാസ്റ്റിംഗ് പൃഥ്വിരാജ്, സുകുമാരൻ, പ്രിയംവദ, നമ്മുടെ യക്ഷിയായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിലേക്ക് അത് മേഘസന്ദർശനത്ത് യക്ഷിയായിട്ട് അഭിനയിച്ച രാജശ്രീ, ഷമ്മിത്രൻ, അനുമോഹൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടനാട്ടുകാരൻ വെളിനാട് പ്രമോദ്, ധ്രുവ്, അങ്ങനെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് ആർട്ടിസ്റ്റിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒരു റിവ്യൂ ഇങ്ങനെ പറഞ്ഞു മോശമാണ്. എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നുന്നില്ല. പൃഥ്വിരാജ് സീൻസൊക്കെ അടിപൊളി സീനാണ്, നല്ല രസമാണ് അത് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൃഥ്വിരാജ് ഫാനൊന്നും അല്ല, ഞാനൊരു ദുൽഖർ സൽമാൻ ഫാൻ തന്നെ. പക്ഷെ ഞാൻ ഈ പൃഥ്വിരാജ് പടം കണ്ടിട്ട് പ്രത്യേക ഒരു സീനോടെ കൈയടിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സീൻ കൈയടിച്ചു പോകും, അങ്ങനത്തെ സീനാണ്. ആ സീൻ ഞാൻ പറയാം. പിന്നെ നായികയുടെ അഭിനയം അത്ര മോശമൊന്നുമല്ല, അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഈ സുരാജിൻ്റെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള സീനൊക്കെ അതൊക്കെ വലിയ ആലോചനയായി. സുരാജ് പറഞ്ഞിട്ട് പൃഥ്വിരാജ് കോടതി വളപ്പിലിരിക്കുന്ന ഒരു ചന്ദ്രത്തടിയൊക്കെ വെട്ടാൻ പോകുന്നു, അതൊക്കെ ഭയങ്കര ഷോ ആയിപ്പോയി. പിന്നെ ഈ ഷമിത്തിനെ കക്കൂസി വീഴുന്നത് അതൊക്കെ തന്നെ കയറി പോകുന്ന സീനൊക്കെ ഉള്ളൂ. പക്ഷേ JCB വന്ന് കോരി എടുത്തുകൊണ്ട് പോകുന്നു, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഡയറക്ടർക്ക് ഇച്ചിരിയൊക്കെ ശ്രദ്ധിക്കാതെ, ഡയറക്ടർ മിസ്റ്റേക്ക് കൊണ്ട് മേക്കിംഗ് ഒക്കെ വളരെ മോശമാണ്. പിന്നെ എഡിറ്റിംഗ് വളരെ മോശമാണ്. ജെയ്ക്സ് ബിജിയുടെ മ്യൂസിക് വളരെ മോശമാണ്. മ്യൂസിക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, വെറും മോശമായിട്ട് മ്യൂസിക്കൊക്കെ. BGM ഒക്കെ പോരാ. എന്നാൽ കണ്ടുകൊണ്ടിരിക്കുക, മോശമില്ല, അത്രേ ഉള്ളൂ. പിന്നെ അഭിനയത്തിലേക്ക് വരുവാണെങ്കിൽ ധ്രുവ് എന്ന് പറഞ്ഞ ആള് ഈ റോളൊന്നും പറ്റത്തില്ല. കാരണം ആ റേറ്റ് വേറെ നടന്മാരെ വെച്ച് ചെയ്തിട്ടായിരുന്നു. പിന്നെ രാജശ്രീ എന്ന് പറഞ്ഞാൽ അന്ന് രക്ഷയായിട്ട് ചെയ്ത ആ ഒരു ലുക്ക് തന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ. കാരണം അവരെ കാണണമെങ്കിൽ ഇങ്ങനെ വീണിരിക്കുന്നത്, അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യം. ഈ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല. അവിടുത്തെ ഒരു നാട്ടിൻപുറത്ത് അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അവിടെ. അപ്പോൾ ആ ഒരു ക്യാരക്ടറൊക്കെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് പോകണം. അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ ചെയ്തെന്ന് അവരുടെ ചില സീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ തോന്നും. അത് ഭയങ്കര ഡയറക്ടർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർ കാണുമ്പോൾ തന്നെ അവരെ കണ്ണിങ്ങനെ വിഴിഞ്ഞിരിക്കുന്നത് ആ യക്ഷിയപ്പുറം. അതൊക്കെയുള്ള പ്രശ്നം. അല്ലെ പൃഥ്വിരാജ് അവന് മോശമായിട്ടെന്ന് എനിക്ക് തോന്നിയത്. നല്ലത് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ചന്ദ്രക്കടത്തോട്ട് മുമ്പ് വണ്ടി ചാടിക്കുന്ന സീനൊക്കെ പോലീസ് സീൻ, അത് ഭയങ്കര അടിപൊളി സീനൊക്കെ, നല്ല രസമാണ് കാണാൻ. പിന്നെ പൃഥ്വിരാജിൻ്റെ ഞാൻ കൈയിടിച്ച സീൻ എന്ന് പറഞ്ഞാൽ അനുമോഹനെ കവലയിട്ട് തല്ലുമ്പോൾ, രണ്ടുപേരിട്ട് തല്ലുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ ചെവിക്കിട്ട് അടിക്കുന്ന സീനുണ്ട്. ഒറ്റ അടി അടിക്കുന്ന അവൻ്റെ കിളി പോകും. ആ അടി അടിപൊളിയാണ്, അവൻ്റെ വീഴ്ച അടിപൊളിയാണ്. അത് പൊളി സാധനമാണ്. ഞാനൊരു ദുൽഖർ ഫാണ്, എന്നിട്ട് ഞാൻ പൃഥ്വിരാജ് ആ സീൻ കണ്ടപ്പോൾ കൈയിടിച്ച്. മോശമൊന്നുമല്ല. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മുതലാകും, അത്ര ആരോഗ്യമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളി രസമാണ്, നല്ല പോകാം. സെക്കൻഡ് ഹാഫിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെയാണ് പടത്തിന് പാളിച്ച് വന്നത്. ക്ലൈമാക്സ് അത്ര വലിയ സുഖമൊന്നുമില്ല, പെട്ടെന്നുള്ള ക്ലൈമാക്സാണ്, സുഖമില്ലാത്ത ക്ലൈമാക്സ്. അതൊക്കെയാണ് ആർക്കും ഇഷ്ടപ്പെടാവുന്നത്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഇല്ല വന്നതുകൊണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. പ്രത്യേക അഭിനയം നല്ലതാണ്, എല്ലാവരും നല്ലതാണ്. പിന്നെ ഈ രാജശ്രീയും പിന്നെ ഈ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ ഇച്ചിരി മോശമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നിയുള്ളൂ. പിന്നെ ഷമ്മിത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം നമ്മൾ തിലേനെ പോലെ ആട്ടൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല, കുഴപ്പമില്ല, എന്നാൽ പോയി. പക്ഷെ നല്ല രീതി ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വിനുമോഹൻ നല്ല രീതി ചെയ്തിട്ടുണ്ട്, അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ വെളിനാട് പ്രമോദ് സീനൊക്കെ ഡയലോഗ് അടിപൊളിയായിരുന്നു. അതായത് നല്ല കോമഡി ഉണ്ടായിരുന്നു. ആ കോമഡിയൊക്കെ ഉണ്ടാകുന്ന കുറച്ചൊക്കെ എൻഗേജായി പിടിച്ചിരുന്നു നമ്മൾ. പിന്നെ പാട്ടൊന്നും വലിയ സുഖമൊന്നുമില്ല, BGM ഒക്കെ വെറും മോശമായിട്ട്. അതുകൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാവുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല. പക്ഷേ ഞാൻ എക്സ്പെക്ടേഷൻ ഇല്ലാതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ല, മൊത്തത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ നെഗറ്റീവ് പോലെ അത്ര മോശപ്പടമൊന്നുമല്ല. പൃഥ്വിരാജ് നല്ല രീതി ചെയ്തിട്ടുമുണ്ട്. പൃഥ്വിരാജിൻ്റെ വേഷപ്പകർച്ചയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മേക്കപ്പ് ആളും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചൈതന്യ മല ഉണ്ടാക്കാൻ വേണ്ടി മലയിലോട്ട് കയറുന്ന സീനുണ്ട്. നായായിട്ട് ജീപ്പ് ഓടിച്ച് വലിയ മലയുടെ മുകളിലൊക്കെ കയറുന്നുണ്ട്.
ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര വളരെ മോശമാണ്. കറക്റ്റായിട്ട് അറിയാം ഗ്രാഫിക്സ് ഒക്കെ ആണ്. അതൊക്കെ വളരെ ആരോഗ്യമാണ്. അവരുടെ കൂടെ കുറേ പാട്ടും പാടി കുറേ പെണ്ണുകളും ആണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ആരോഗ്യമായിട്ടൊക്കെ തോന്നി. അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഭയങ്കര ബോറായിപ്പോയി. ചൈതന്യ മല ഉണ്ടാക്കാൻ പോകണം. ഈ നായികയുടെ പേര് ചൈതന്യയാണ്. അവരുടെ പേരിൽ ഒരു മല ഉണ്ടാക്കണം. അതിന് വേണ്ടി മല കയറുക. ജീപ്പ് ഓടിച്ച് ജീപ്പ് ഓടിച്ചിട്ട് ജീപ്പ് മറിഞ്ഞ് തെന്നി പുറമോട്ടിറങ്ങി പോയിട്ട് റിവേഴ്സിൽ പോയിട്ട് ഒരു കൊക്കയുടെ സൈഡിൽ പോയി കടന്നിട്ട് അവിടെ നിന്ന് ജീപ്പ് എടുത്ത് മലത്തി എടുത്ത് ഓടിച്ച് കയറ്റി വരുന്ന സീനൊക്കെയാണ്. അതൊക്കെ ഭയങ്കര കത്തിയാണ്. തെലുങ്കിലെ കാണിക്കാൻ നടക്കുക.